ഹായ്, ഞാൻ ഡോക്ടർ സുമി. ഇനി നമുക്ക് നോക്കുന്നത് മോഷൻ സിക്നസ്. എല്ലാവർക്കും അറിയണ്ടാവും അല്ലെ? ഒരു യാത്ര പോകുന്നുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്. അതെന്താന്ന് വെച്ചാൽ യാത്ര തുടങ്ങിയാൽ പലർക്കും പ്രശ്നമാണ് ഛർദ്ദിക്കുക അല്ലെങ്കിൽ ഓക്കാനം വരുക. അത് ചെറിയ യാത്രയായിക്കോട്ടെ വലിയ യാത്രയായിക്കോട്ടെ പലർക്കും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരാൾക്ക് ജസ്റ്റ് വോമിറ്റിംഗ് തുടങ്ങിയാൽ തന്നെ ബാക്കിയുള്ളവർക്കും ആ ടെൻഡൻസി വരാറുണ്ട് അല്ലെ? അപ്പം എന്താണ് ഈ മോഷൻ സിക്നസിന് കാരണം? അതിന് നമുക്ക് എന്തൊക്കെ പ്രതിവിധികളാണ് ചെയ്യാൻ പറ്റുക എന്നൊന്ന് നോക്കാം. കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഉള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ മോഷൻ സിക്നസ് അല്ലെ? അപ്പം ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചെറിയൊരു കോർഡിനേഷന്റെ ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ മോഷൻ സിക്നസിന് കാരണം. നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്, നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോൾ നമ്മുടെ ചെവിയിലുള്ള ഫ്ലൂയിഡ്സ് ഉണ്ട്, ഇന്റേണൽ ഇയറിൽ ഫ്ലൂയിഡ്സ് ഉണ്ട്. ആ ഫ്ലൂയിഡിനും ഓൾറെഡി മൂവ്മെന്റ്സ് ഉണ്ടാവും. എന്നാൽ നമ്മുടെ കണ്ണ് സ്റ്റാറ്റിക് ആയിട്ട് ഒരു പോർഷനിൽ നമ്മൾ മുന്നോട്ട് നോക്കിയിരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ആ പൊസിഷനിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ അതൊരു കൺഫ്യൂഷൻസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിട്ടാണ് നമുക്ക് ഈ മോഷൻ സിക്നസ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെ പ്രതിരോധിക്കാം അല്ലെ? ഇപ്പം അറിയാം, മാർക്കറ്റിലേക്ക് ഒരുപാട് മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മോഷൻ സിക്നസിനെ ഒരു പരിധി വരെ നമുക്കത് ഒഴിവാക്കാം. അപ്പൊ അത് എന്തൊക്കെയാണ്? പ്രധാനമായും ചെയ്യുന്നത്, ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവര് ഇരിക്കുന്ന വാഹനത്തിന്റെ ഫ്രണ്ട് സീറ്റുകളിൽ കൂടുതലായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യത്തക്ക രീതിയിൽ ഒന്നും ആ യാത്രയിൽ ചെയ്യാതിരിക്കുക. കാരണം കൂടുതൽ നേരം നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇതെല്ലാം ടെൻഡൻസി കൂടാം. ചിലപ്പോൾ അത് തലവേദന കൊണ്ടായിരിക്കാം തുടങ്ങുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലും ഏതെങ്കിലും ഒന്ന് ഡ്രൈവിംഗ് അറിയുന്നവരാണെങ്കിൽ ആ ഡ്രൈവിംഗ് ഏറ്റെടുക്കുക. അതല്ല ഇപ്പൊ ചെരിഞ്ഞിരിക്കുന്ന യാത്രകളൊക്കെ ആണെങ്കിൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഹെഡ് ഒന്ന് പൊസിഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉറങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ യാത്രയിലൊന്ന് ഉറങ്ങുക. ഉറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് കാമായിട്ട് ഇരിക്കാറുണ്ട് അല്ലെ? പിന്നെ നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ പാട്ട് വെച്ച് കേട്ടോളും. അതല്ല കണ്ണടച്ചിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ കണ്ണടച്ചിരിക്കും. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ ആശ്വാസങ്ങൾ കിട്ടാറുണ്ട്. ഇനി ഈ മോഷൻ സിക്നസിന്റെ മറ്റൊരു പ്രധാന കാരണമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെ? നമ്മൾ കഴിക്കുന്ന ആഹാരം രണ്ട് രീതിയിൽ നമുക്ക് അത് ബാധിക്കാറുണ്ട്. ചിലർക്ക് എന്താ, ഗ്യാസ് ഫോം ചെയ്യും. വയറിലൊന്നും ഭക്ഷണമൊന്നും ഇല്ല, രാവിലെ വെറും വയറ്റിൽ യാത്ര തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ നമുക്ക് എന്താവും, വയറിൽ ഗ്യാസ് ഫോം ചെയ്യും. അതും ഒരു മൂവ്മെന്റ് ആണ് അല്ലെ? അപ്പം ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ടും ചിലപ്പോൾ എന്താ ചെയ്യാം, ഇങ്ങനെ ഓക്കാനമോ അല്ലെങ്കിൽ ഛർദിലോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ എന്തെങ്കിലും മിതമായിട്ട് നമ്മുടെ വയറിൽ പെട്ടെന്ന് ദഹിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആഹാരം അത് വളരെ മിതമായിട്ടൊന്ന് കഴിച്ച് അതൊന്ന് ദഹിക്കത്തക്ക രീതിയിൽ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു 1 hour കഴിഞ്ഞിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് പരമാവധി വോമിറ്റിങ്ങിനൊന്ന് തടയാൻ സാധിക്കും. ഇനി ഭക്ഷണം നമ്മൾ ട്രാവലിംഗിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ കൂടെ വയറ് നിറച്ച് കഴിക്കാതിരിക്കുക. കാരണം സ്റ്റൊമക്കിലുള്ള ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകണം പെട്ടെന്ന് അല്ലെ? അപ്പം കൂടുതൽ ഫുഡ് കഴിക്കുമ്പം അതിനുള്ള ടൈം ലാഗ് ചെയ്യും. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാം, യാത്രയിൽ വോമിറ്റിംഗ് ഉണ്ടാക്കാം. പിന്നെ യാത്രയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, അതും പാടില്ല. കാരണം നമ്മൾ ഓവറായിട്ട് കുട്ടികളാണെങ്കിൽ സ്നാക്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കും. പക്ഷേ സ്നാക്സ് കഴിക്കുന്നുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വോമിറ്റ് ചെയ്ത് കളയും അല്ലെ? അപ്പൊ അതും പരമാവധി ഒഴിവാക്കാൻ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ രൂക്ഷമായ ഗന്ധങ്ങൾ, കൂടുതൽ പെർഫ്യൂംസിന്റെ മണങ്ങൾ, ഇതൊക്കെ പരമാവധി ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ആരെങ്കിലും ഗ്രൂപ്പിൽ ചെയ്യുന്നതിന് അതൊക്കെ ഒന്ന് പറയാം. ഗ്രൂപ്പ് യാത്രകളാണെങ്കിൽ പ്രത്യേകം ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. വോമിറ്റിംഗ് ഉള്ളവർ, ചാൻസ് ഉള്ളവർ എന്താ വണ്ടിയിലുണ്ട്. അപ്പൊ പരമാവധി എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് കൂടുതൽ ഓവർ ആയിട്ടുള്ള പെർഫ്യൂംസ് ഒന്നും അടിച്ചാലും കെയർ ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ചിലർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ആ ഒരു നല്ല മണങ്ങൾ, ചിലർക്ക് ഒരു നാരങ്ങയുടെ മണമോ അതെല്ലാം ഇഞ്ചിയുടെ മണമോ ഒക്കെ ഇഷ്ടമായിരിക്കും. ചില സ്പൈസസിന്റെ മണമൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള മണങ്ങളാണെങ്കിൽ അതൊന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല, ചില സ്പൈസസ് നമ്മൾ വാലിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ഈ വോമിറ്റിംഗ് ഒന്ന് തടയാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. ഇനിയിപ്പോ അതെല്ലാം നമുക്ക് വല്ല ചില വിനാദി ലേഹ്യങ്ങൾ പോലെ ലേഹ്യമൊക്കെ ഒന്ന് ജസ്റ്റ് കഴിക്കുവാണെങ്കിലും ഈ വോമിറ്റിങ്ങിനെ നമുക്ക് തടയാൻ വളരെ സഹായകമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ യാത്രയെ കൂടുതൽ ആസ്വാദികരമാക്കാം. കാരണം ഒരാൾ
വോമിറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ടെൻഡൻസിയായി, എല്ലാവർക്കും അതിനൊരു ടെൻഡൻസിയായി നമ്മുടെ യാത്രയുടെ ആനന്ദം പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ യാത്രയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വോമിറ്റിങ്ങിനെയൊക്കെ ഒഴിവാക്കി നമ്മുടെ യാത്ര സുഖകരമാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.